ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് സൺസ് മീഡിയ. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ കുറച്ച് തിരക്കുകളിലായിരുന്നു, അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇത് തന്നെയല്ലേ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഈ എപ്പിസോഡിൽ ഇത് തന്നെ പറയാനുള്ളൂ. ഞാൻ കുറച്ച് തിരക്കുകളിലായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഒളിച്ചോട്ടം, ഒരു ചെറിയ ഒളിച്ചോട്ടം, സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായിട്ട് ഒളിച്ചോട്ട് പോയി. ചെറിയ കാര്യം അത്. അപ്പോൾ അതൊന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കുക ആരാ പറഞ്ഞതെന്ന്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഇപ്പോൾ തട്ടിയും മുട്ടിയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുൾ വീഡിയോസ് ഞാൻ കണ്ടില്ല. എൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. പുള്ളിക്കാരനെ കണ്ട് തേച്ചിട്ട് പോയി ഈ ഒളിച്ചോടിയതിന് ശേഷം പുള്ളിക്കാരിയുടെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ എഴുതുകൊണ്ട് എൻ്റെ കാര്യം കഴിയുമ്പോൾ പോയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് നമുക്കത് കണ്ടു നോക്കാം. വരൂ മക്കളെ, വരൂ, നമുക്ക് കാണാം. ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും. ഈ തിങ്കളാഴ്ച അവര് പോവാണെന്ന്. അവര് പോവാണെങ്കിൽ പൂവ് പറ. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ സാലറി കിട്ടുന്ന ഡേറ്റ് വരെ പൂവ് കാത്തിരിക്കുകയായിരുന്നു പൂക്കാനായിട്ട്. എന്നിട്ട് പൂത്തോ? അതുവരെ പിടിച്ചു നിൽക്കുകയാണ്. കിട്ടി കഴിഞ്ഞാല് അതുവരെ പിടിച്ചു നിൽക്കുവായിരുന്നു. ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ്. ഒന്നും കാരണം എനിക്ക് എന്റെ ഇഷ്ടമില്ല. എനിക്ക് 22 വയസ്സായിട്ട് 22 വയസ്സായ കൊച്ച. അപ്പം പിന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള പക്വതയൊക്കെ ഉള്ളൊരു കൊച്ച. 22 വയസ്സ് നല്ലൊരു പ്രായ. അപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡിനല്ല, ചേച്ചിയുടെ അച്ഛനെ പൊക്കെ. ചേച്ചിയുടെ അച്ഛൻ എന്ന് പറയുന്നത് സ്വന്തം അച്ഛൻ തന്നെയല്ലേ. ഇവിടെ ചേച്ചിയോട് പറയാനുള്ള ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിയോട് പറയാനുള്ളത് ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ടെന്ന്. ഏട്ടനായിട്ട് എന്തുവാ സ്റ്റുഡിയോയിൽ ഡ്രസ് എടുക്കാൻ പോണ. ചേച്ചിക്ക് എപ്പോ കാണാൻ പറഞ്ഞാൽ ഞാൻ ഏട്ടനെ ഞാൻ വിടും. ഞാൻ എപ്പോ കണ്ടാകുകൊണ്ട് പിടിച്ചിരിക്കാനൊന്നും ഞാൻ നിൽക്കില്ല. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലാതെ കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കളി കളിക്കണം. 19 വയസ്സ് മുതൽ തുടങ്ങിയപ്പോൾ ഇഷ്ടമാണ്. ഇനിയാണ് കഥയിലെ വഴിത്തിരിവ് അഥവാ ഞാൻ പറഞ്ഞ ടെസ്റ്റ് ഇതാണ്. വേണമെന്നില്ല, ഇവൻ നമ്മളൊക്കെ വേണമെന്ന് പറഞ്ഞു. ഞാൻ പോയി. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? കാശൊക്കെ തീർന്നു കേട്ടോ. കാശ് തീർന്നു, മൊബൈല് വിറ്റോ. ആ മൊബൈല് കാശ് ലൈവൊക്കെ എടുത്തോണ്ടിരുന്നില്ലേ, ആ മൊബൈലും വിറ്റു. നാട്ടിൽ വന്ന ശേഷം അവന് വേണ്ടെന്ന് പറഞ്ഞു പോയി. നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ അവൻ നാട്ടിൽ പോയി വരുന്നതിന് മുമ്പ് അവൻ നാട് വിട്ടു. ഇവരെയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ കുലിച്ചു നിർത്തി മുള അരച്ച് വെച്ച് ചൂടാക്കി എടാ, ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഓട്ടോയിൽ ഇരുന്നിട്ടുള്ള, അതല്ലേ ഫസ്റ്റ് റിലീസ് ആയത്. ആ സാധനം ഞാൻ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കാണാം. അതിപ്പം കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം എല്ലാവരും ഇപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഈ ഇവർ സംസാരിച്ചുകൊണ്ട് ഈ നടക്കി തന്നെ ഈ അണ്ണനൊരു വികാരം കൊള്ളുന്നൊരു സീനുണ്ട്. എൻ്റെ മോനെ സീൻ. അപ്പം ഇതിനകത്ത് മെയിനായിട്ടും ഞാനൊരു 1, 2, 3 ഇതിനെ കളിയാക്കിക്കൊണ്ടുള്ളൊരു 1, 2 റീൽസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ റീൽസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഞങ്ങളിപ്പോ ഇങ്ങനെ ഒരു ലൈവ് വരാനുള്ള കാരണം ഇത് എന്റെ മരുമകനാണ്. പക്ഷെ എന്റെ മൂത്ത മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ സത്യം പറഞ്ഞ മകളുടെ ഭർത്താവായിട്ടല്ല ഞാന് കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ ഭർത്താവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈ കല്യാണത്തിന് ഞാൻ ഈ കല്യാണ പെണ്ണായിട്ട് വന്ന സമയത്ത് അമ്മേനെ കണ്ടിട്ടും കൂടി ഞാൻ ഈ കല്യാണം കൂടി. അത് പിന്നീട് ആ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഞങ്ങളെ തെരഞ്ഞ ആരും വരരുത്. ഞങ്ങൾ എവിടെയെങ്കിലും മര്യാദയായിട്ട് ജീവിച്ചോണ്ട് അന്തസ്സായിട്ട് ജീവിക്കും ഞങ്ങള്. അത്ര പറയാനുള്ളൂ. പിന്നെ എന്തായാലും ഞാൻ വരും. ഞാൻ എന്തായാലും തിരിച്ചു വരും. ഒരു 2-3 പേരാണ് എനിക്ക് കൊണ്ടുപോകാനുണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുങ്ങി
തോന്നിട്ട് ഇവര് ചെയ്തത്. എല്ലാരും ഞങ്ങളോട് ക്ഷമിക്കണം. ഇതെന്റെ ചേച്ചീന്റെ ഭർത്താവാണ്. അയാൾ ഇരിക്കണോ? ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ സ്നേഹം കണ്ടിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിനോട് ജീവിക്കാനുള്ള തീരുമാനം എടുത്തത്. എന്റെ ചേച്ചീന്റെ പെണ്ണാണ് വന്ന് അന്ന് തുടങ്ങിയുള്ള സ്നേഹമാണ് ഞങ്ങൾ തമ്മിൽ. അന്ന് എനിക്ക് 15 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് 18 വയസ്സും കഴിഞ്ഞ് 21 വയസ്സുമായി. അതിനെനിക്ക് അറിയാവുന്ന ചേച്ചിയിൽ 3 കുട്ടികളുണ്ടായെന്നല്ലാതെ ചേട്ടൻ വേറൊരു ചേച്ചിയോട് ചെയ്തിട്ടില്ല. എന്റെ മോനെ അയാളുടെ എക്സ്പ്രഷൻ നോക്ക്. അതുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പൊ പിന്നെ ഈ ഒരു വീഡിയോ ചേച്ചിക്ക് തെളിവായിട്ട് കിട്ടും. ഇനി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയാണ്. ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങളുടെ പിന്നാലെ ആരും വരരുത്. പ്രത്യേകിച്ച് എന്റെ പിന്നാലെ വരരുത്. ഞങ്ങൾ മലപ്പുറം ജില്ലയിലേക്ക് കാലുകുത്തില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോ താമസിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ്. ആരും ഞങ്ങൾ അന്വേഷിച്ച് പിന്നാലെ വരരുത്. ലൊക്കേഷൻ പറഞ്ഞെന്ന് വെച്ചിട്ട്. കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ. ഇനി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോവാണ്. എന്നുവെച്ചാൽ ഏട്ടനെ പൂർണ്ണമായിട്ട് കൊണ്ടുപോകല്ല. ചേച്ചിക്ക് എപ്പോ വേണമെങ്കിലും ഞാൻ വരും ഞാൻ തിരിച്ചു വരും. എനിക്ക് അവിടെ നിന്നൊരു 2-3 എണ്ണത്തിന് കൂടെ പൊക്കാനുണ്ട്. തിരിച്ചു കൊണ്ടുവരാനുണ്ട് എന്റെ കൂടെ. ഞാൻ വരും. അപ്പം അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇട്ടിറങ്ങി പോവുകയല്ല. ഇതിന്റെ സാലറി കിട്ടാൻ വൈകിയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാത്തിരുന്നത്. തിങ്കളാഴ്ച എന്റെ സാലറി കിട്ടും. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും. പിന്നെ ഏട്ടന്റെ സ്നേഹമാണ് അയാളുടെ എക്സ്പ്രഷനാണ് ഒരു സീസാണ്. സ്നേഹമാണ് ഈ ആത്മാർത്ഥ സ്നേഹം ഞങ്ങൾക്കിനി. അപ്പോ എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് അല്ലേ? അല്ലെ കൊള്ളാം. ഇവിടെ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന എത്രയോ കൂട്ടുകാരന്മാരുണ്ട്. എനിക്ക് ഇപ്പോഴും പെണ്ണ് കിട്ടാതെ നിൽക്കുന്നത്. പെൺപിള്ളേർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവർ മതി. അയാൾക്ക് എന്തോ ഒരു കുഴപ്പമൊന്നുമില്ല. മൂക്കിന് താഴെ ഒരു ചുണ്ടൻ വെള്ളം കമത്തിയിട്ടിട്ടുണ്ട്. മീൻ പിടിച്ചാലും അവർക്ക് ജീവിക്കാം. അതുകൊണ്ട് അയാൾ കുറ്റമൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. നല്ല കാര്യം അവർ ചെയ്തത്. നല്ല കാര്യം അവർ ചെയ്തത്. അപ്പോൾ എൻ്റെ റിയാക്ഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വിചാരം തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അടുത്ത ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.